ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷാഡോഫെക്സ് വ്ളോഗ് നമ്പർ 9 ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൊമാറ്റോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂ, കാരണം ജിക്സ് കിട്ടുന്നില്ല. രാവിലെ 7 to 9, അടുത്തത് പിന്നെ 12 മണിക്ക് അങ്ങനെ ഉള്ളൂ. അപ്പോൾ അത് 8:30 കറക്റ്റ് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 8:30 കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞാലും 1 മിനിറ്റ് കഴിഞ്ഞാലും പിന്നെ കിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഉടനെ സൊമാറ്റോ വ്ളോഗ് ഉടനെ ചെയ്യാം. രാവിലെ തന്നെ ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗ് വെച്ചിട്ടുണ്ട്, വെള്ളം ഇരിപ്പുണ്ട്, ഫോണ്, ഹെൽമറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് വ്ളോഗിലോട്ട്. ശരി എന്നാൽ. രാഹുൽ എന്നെ തിരക്ക് തുടങ്ങി. ഇന്ന് ശകലം താമസിച്ചു, അതുകൊണ്ട് രാവിലെ തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. നോക്കട്ടെ, എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നോക്കാം. ഗൈസ് അലങ്കാറാണ് കേട്ടോ. അലങ്കാർ പ്യൂർ വെജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടാ? ആര്യാസ് ഷോപ്പ് നമ്പർ എന്ന് കൊടുത്തിട്ടുള്ളൂ. ഇത് എവിടുത്തത്? ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. എവിടത്തെയാണെന്ന് അറിഞ്ഞത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓവർ എടുക്കാൻ വേണ്ടി പോവേണ കേട്ടോ. പനവിള എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പനവിള ലൊക്കേഷനാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഏത് ആര്യാസ് ആണെന്ന് അറിഞ്ഞൂടാ. കയറിപ്പോ നിൽക്കരുത്. ഗ്യാപ്പ് കിട്ടിയാൽ ഓടിക്കോണം, വിട്ടു പിടിച്ചോളണം അല്ലേ? ഗ്യാപ്പ് കിട്ടിയാൽ വിട്ടു പിടിച്ചോളണം, പിന്നെ നിൽക്കരുത്. ഗ്യാപ്പ് ഉണ്ടായി കയറിക്കോളണം, പിന്നെ സമയം കിട്ടൂല. ഗ്യാപ്പ് ഇട്ടാൽ കയറിപ്പോണം അല്ലേ? ഓക്കെ, ശരിയെന്നാ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട്. എവിടെയാണെന്ന് അറിഞ്ഞു കേട്ടോ. ഇത് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഏത് ആര്യാസ് ഉണ്ടോ? അത് പനവിളയാണ് കൊടുത്തേക്കുന്നത്. ആര്യാസ് ഇല്ല. അപ്പം നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ രാവിലെ 50 രൂപയ്ക്ക് അടിച്ചോളൂ. ഇവിടെ വന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മളെ ലൊക്കേഷനിൽ, നമ്മളെ വീട്ടിനടുത്തുള്ള പെട്രോൾ പമ്പിൽ മൈലേജ് കിട്ടില്ല, എനിക്ക് തോന്നണമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അവിടെ 50 രൂപയ്ക്ക് തൽക്കാലം അടിച്ചിട്ട് ഇവിടെ സിറ്റി വന്നിട്ടാണ് ബാക്കി അടിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മൈലേജ് കിട്ടും. ഇവിടെ കുറെ നാളുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ശരിയാക്കാത്ത എന്താ ഇങ്ങനെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത്? കുറെ നാളായി. വേനലിലും മഴയത്തെല്ലാം ഇങ്ങനെ തന്നെ കിടക്കും. ചെയ്യുമെന്നാണ്. ഇത് എനിക്ക് തോന്നുന്നത് മാർവാൻസിന്റെ അങ്ങോട്ട് പോണ റൂട്ടാണ് തോന്നുന്നത് കേട്ടോ. ഉറപ്പില്ല, അങ്ങനെ തോന്നുന്നു. ഓ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ. എന്താണ് 11:90. ഗൈസ്, നമ്മള് ഫുഡ് എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ഞാൻ നോക്കിയില്ല കേട്ടാ. ഐറ്റം എന്ന് പറയണത് ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഗീ റോസ്റ്റിംഗ്. ഓ ഗൈസ്, കൊടുക്കാനുള്ള മുക്കോലക്കിനാണ് കേട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മുക്കോലക്കൽ. മുക്കോലക്കൽ പിന്നെ മുട്ടട. ഇവിടെ നിന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗീ റോസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ,
ഓക്കെ, ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗീ റോസ്റ്റ് ഉണ്ട്. അത് പറഞ്ഞില്ലേ, എപ്പോഴും റിപ്പീറ്റ് അടിക്കണ്ടല്ലേ. ടട്ടാങ് ടട്ടാങ്. രാവിലെ തന്നെ തിരക്ക് തുടങ്ങി, ദേഷ്യം പറഞ്ഞ് ഒരു ബസ് KSRTC സൂപ്പർ ഫാസ്റ്റ് ഒക്കെ പറഞ്ഞാണ്ടാ പേടിയാവും. രാവിലെ അങ്ങോട്ട് വരായിരുന്നേ, നമ്മൾ ഏകദേശം സ്ഥലം കറക്റ്റ് പറഞ്ഞ മുട്ടടയല്ലേ നമ്മളാ സ്ഥലവും മറന്നു പോയിട്ട്. സ്ഥലമൊക്കെ അവിടെ ഇരിക്കട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരായിരുന്നു. ഇവന്മാര് ഓവർടേക്ക് ചെയ്തുകൂടാ, ഓവർടേക്ക് ചെയ്യാത്ത സ്ട്രേറ്റ് ലൈനാണ്. അത് പോട്ട്. ഒരു ചേട്ടൻ സൈഡിൽ കൂടെ നടന്നു കയറും, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോണു, ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറും, സൈഡിൽ കൂടെ നടന്നു പോകണം. അപ്പം എനിക്ക് ആ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ആളെയും ഇടിക്കാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് പോകണം, എന്നാൽ ബസ്സും നോക്കണം. ഈ KSRTCക്കാരെ എന്നെ കണ്ടിക്കും എന്തോ വാശി പോലെയാണ് ഓടിക്കുന്നത്. നീ വേണമെങ്കിൽ മാറിപ്പോടാ എന്നുള്ള ആ ഒരു രീതിയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരുവിധം തുഴഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയി. ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നെ ബസ് ഇടിച്ച് എൻ്റെ കട്ടായമ്മടെ മടങ്ങിയാണ്. ഇവന്മാർ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ടവർ 1-ലാണെന്ന് തോന്നുന്നത് കേട്ടോ. ഫേസ് 1-ൽ നോക്കട്ടെ. ഗായ്സ്, പോയിന്റ് നമ്പർ 9 ഗായ്സ് വന്നു. ഓക്കെ, ഇവിടെ വച്ചാൽ മതി കേട്ടോ, കൊണ്ട് കൊടുക്കണ്ട, ഇവിടെ വച്ചാൽ മതി. ബീച്ച് 9 കൊണ്ട് കൊടുക്കണോ? 9 ഫുഡ് വിളിച്ചു പറയണം. 9 അനു എന്നാണ് കൊടുത്തേക്കുന്നത്. ഗായ്സ്, അപ്പം 33 നമുക്ക് കിട്ടിയത് കേട്ടോ. കമോൺ പോവാം, അടുത്ത ഓറിനെ അടിക്കും കേട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നോക്കട്ടെ എവിടെ, ഹോട്ടൽ ചിന്നു. അപ്പോൾ സമയമുണ്ട് കേട്ടോ, കാപ്പി കുടിച്ചിട്ട് പോവാം. 8:14 കാപ്പി കുടിച്ചിട്ട് പോവാം. 15 മിനിറ്റ് കാണിക്കും. കാപ്പി കുടിച്ചിട്ട് പോവാം. 15 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് മതി അങ്ങനെ. 10 മിനിറ്റ് കാപ്പി കുടി. ഗൈസ്, അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞ് രാവിലെ കാപ്പി കുടിക്കണമെന്ന് കാണിച്ചില്ലെന്ന്. ഇപ്പം നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കാം കേട്ടോ. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഗൈസ്, അപ്പം ഇന്ന് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് പൂരിയാണ് കേട്ടോ. പൂരി മുറിച്ചിട്ടെങ്ങനെയാണ് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി. പൂരിയും പിന്നെ കറി നോക്കണം, പൂരിയും പിന്നെ വെജിറ്റബിൾ കറിയാണ്. വെജിറ്റബിൾ അല്ല, ഉരുളക്കിഴങ്ങ്. പക്ഷെ പൂരി ശകലം കട്ടിയായി കഴിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അയ്യോ എത്ര രൂപ കിട്ടിയെന്ന് നോക്കില്ല കേട്ടോ. 33 തോന്നുന്നു.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം കുറച്ച് ക്ലിപ്പ് ഇററായിപ്പോയി. കാരണം മെമ്മറി കാർഡിൽ നിന്ന് പിന്നെ ഫോണിലോട്ട് കയറ്റി, പക്ഷേ എൻ്റെ ചെറിയൊരു അബദ്ധം കൊണ്ടത് ഇററായിപ്പോയി. ഇപ്പോൾ ഫയലും മാത്രമേ ഉള്ളൂ, ഇപ്പം വീഡിയോ ഇല്ല. അപ്പോൾ 1-2 ക്ലിപ്പ് അതിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം ഇതിലിപ്പോൾ കിട്ടിയ ക്ലിപ്പ്, ഇതിലുള്ള ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ടോട്ടൽ ഓടിയെന്ന് പറഞ്ഞാൽ 7 to 12 ഓറില്ലായിരുന്നു. വൻ ശോകമായിരുന്നു. എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടാ. ആപ്പിൻ്റെ അപ്ഡേറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇന്നലെ ഓറില്ലായിരുന്നു. ആ പടം മൊത്തം 7 to 12 നമുക്ക് 4 ഓറാണ് കിട്ടിയത്. ബാക്കി സമയമെല്ലാം പോസ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ മതിയാക്കി. പിന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടോട്ടൽ ഇന്നലെ ഓടിയത് 159 രൂപയാണ്. നിങ്ങൾ ആരും ചിരിക്കരുത്, 159 രൂപ. പിന്നെ ഇന്നലെ പെട്രോൾ അടിച്ചത് ഏകദേശം 150 രൂപയ്ക്കാണെന്ന് തോന്നണം കേട്ടോ. ബാക്കിയുണ്ട്, വണ്ടിയിലുണ്ട്, കുറച്ചല്ലേ ഓടിയുള്ളൂ. ടോട്ടൽ ഒരു 70 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 ഓവറാണ് കിട്ടിയത്. 159 രൂപ ഏണിങ്സ്. പിന്നെ അവന്മാർ മിനിമം ക്യാൻറ്റീൻ കാര്യമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സംവിധാനം ഇല്ല. ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുണ്ടായിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. അപ്പോൾ സൊമാറ്റോ വ്ളോഗ് നമ്മൾ ഉടനെ ചെയ്യും. ജിക്സ് സ്ലോട്ട് കിട്ടുന്നില്ല. 7 to 9, അടുത്തത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 2 മണി വരെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് നഷ്ടമാണ്. ഫുള്ള് കിട്ടിയ 7 to 9, 8 to 7 to 9, 9 to 10 അങ്ങനെയൊക്കെയാണ് കിട്ടിയാൽ കുഴപ്പമില്ല. ഇത് ഇടയ്ക്ക് മുറയ്ക്കൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൊമാറ്റോ വ്ളോഗ് ഉടനെ ചെയ്യും. സ്ലോട്ട് നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. രാവിലെ ഇപ്പോൾ പണിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഈ ക്ലിപ്പ് ഇടാൻ മറന്നുപോയി, ഡീറ്റെയിൽസ് പറയാനേ. അതുകൊണ്ട് രണ്ടാമത് എടുക്കണേനിപ്പോൾ. അപ്പോൾ റെസ്റ്റുള്ള സമയത്ത് വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.